Welcome to BSc Main Physics. Semester 1, Paper 1, Mechanics and Properties of Matter. Unit 6, Fluid Dynamics. Fluid Dynamics. We start the last unit of this paper today. Now, class number 55, Streamline Flow and Turbulent Flow. BSc Main Physics, Paper 1, Semester 1. Mechanics and Properties of Matter. Fluid Dynamics unit. We start. So, at first we can see what is the meaning of streamlined flow and turbulent flow. Fluid flow. Fluid means a liquid or a gas. Something which flows is called a fluid. Gas and liquid are called fluids. And here we say fluid flow, or we can simply say liquid flow. Liquid flow can be classified into two, namely streamline flow and turbulent flow. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നത് ഫ്ലൂയിഡ് ഫ്ലോ ആണ്. ലിക്വിഡ് എന്ന് പറഞ്ഞാൽ ഗ്യാസ് ലിക്വിഡ് ഒഴുകുന്ന എന്തിനേയും ഫ്ലൂയിഡ് എന്ന് പറയാം. അപ്പോൾ അത് ഫ്ലൂയിഡ് ഫ്ലോയിൽ, ലിക്വിഡ് ഫ്ലോയിൽ രണ്ട് തരം ഫ്ലോ ആണ്, രണ്ട് തരം മോഷനാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഒന്നാമത്തിന് വിളിക്കുന്ന പേരാണ് സ്ട്രീംലൈൻഡ് ഫ്ലോ, രണ്ടാമത്തിന് വിളിക്കുന്ന പേരാണ് turbulent flow. Streamline flow and turbulent flow. What is the meaning? When a liquid flows such that each particle of the liquid passing a point moves along the same path and has the same velocity as its predecessor, the flow is called streamline flow. The velocity at every point on the streamline flow remains constant in magnitude as well as direction. A streamline flow is a curve or a straight line such that tangent to it at a point. അപ്പോൾ ഒന്നാമത്തെ ഫ്ലോ, ഇപ്പോൾ ഒഴുക്കിനെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. ഒന്ന് സ്ട്രീംലൈൻഡ് ഫ്ലോ, രണ്ടാമത് ടർബുലന്റ് ഫ്ലോ. അപ്പോൾ ലിക്വിഡ് പോകുമ്പോൾ അതിലൊരു പാത്ത് വിചാരിച്ചാൽ ആ പാത്തിൽ എല്ലാ പോയിന്റിലും വെലോസിറ്റി സെയിം ആണെങ്കിൽ, പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി സെയിം ആണെങ്കിൽ അത്തരം ഫ്ലോയെ വിളിക്കുന്ന പോലെ സ്ട്രീംലൈൻഡ്. ഒരു ലിക്വിഡ് ഒഴുകുമ്പോൾ ഒരു ലെയർ വിചാരിച്ചാൽ ആ ലെയറിലെ എല്ലാ പോയിന്റുകളിലും ഉള്ള മോളിക്യൂൾസിന്, ലിക്വിഡ് പാർട്ടിക്കിൾസിന് വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ അങ്ങനെയാണെങ്കിൽ ആ ഫ്ലോയെ വിളിക്കുന്ന പേരാണ് സ്ട്രീംലൈൻഡ്. അല്ലെങ്കിൽ ഒരു പോയിന്റിൽ ഒരു പാർട്ടിക്കിളിന് ഒരു വെലോസിറ്റി ഉണ്ടെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തുള്ള പാർട്ടിക്കിൾ അവിടെ എത്തുമ്പോൾ നേരത്തെയുള്ള പാർട്ടിക്കിളിൻ്റെ അതേ വെലോസിറ്റി തന്നെയായിരിക്കും ആ പോയിന്റിൽ. വെലോസിറ്റിക്ക് ഒരു കോൺസ്റ്റൻസി ഉണ്ടാകും ഈ സ്ട്രീം ലൈൻ ഫ്ലോയിൽ. സോ ടാൻജന്റ് ഗീവ്സ് ഡയറക്ഷൻ. ഇപ്പോൾ സ്ട്രീം ലൈൻ ഫ്ലോയുടെ ഡയറക്ഷൻ കാണാനായിട്ട് നമുക്ക് ആ പോയിന്റിൽ ഉള്ള ഈ പാത്തിന് ഒരു ടാൻജന്റ് വരച്ച് കൊടുത്താൽ മതി. ദ സ്ട്രീം ലൈൻ ഫ്ലോ നെവർ ക്രോസ് ഈച്ച് ദർ. അതായത് മുറിച്ച് കടന്നു പോകത്തില്ല. സ്ട്രീം ലൈൻ ഫ്ലോ ആണെങ്കിൽ അത് മുറിച്ച് കടന്നു പോകത്തില്ല, ക്രോസ് ചെയ്യത്തില്ല. ദി ക്ലോസർ ദി സ്ട്രീം ലൈൻ ദ ഗ്രേറ്റർ ദ ലിക്വിഡ് വെലോസിറ്റി ആൻഡ് വൈസ് വേഴ്സ. ഇപ്പോൾ സ്ട്രീം ലൈനിലേക്ക് അടുത്ത് വരുമ്പോൾ ആ ലിക്വിഡ് വെലോസിറ്റി കൂടുതലായിരിക്കും, തിരിച്ചുപോകാം. ദ ക്ലോസർ ദി സ്ട്രീം ലൈൻസ് ദ ഗ്രേറ്റർ ദി ലിക്വിഡ് വെലോസിറ്റി ആൻഡ് വൈസ് വേഴ്സ. ഒരു സ്ട്രീം ലൈൻ ഫ്ലോയുടെ ചിത്രമാണ് വരച്ചിരിക്കുന്നത്. നടുക്ക് കാണുന്ന ലെയർ നോക്കുക, അത് എല്ലാ പോയിന്റിലും ഒരേ വെലോസിറ്റി ആയിരിക്കും. അതുപോലുള്ള സ്ട്രീം ലൈൻസ് ആണ് താഴെയും മുകളിലും കാണിച്ചിരിക്കുന്നത്. And we also write one more sentence about streamline flow. Streamline flow is possible only if the velocity of the liquid is less than a certain value called critical velocity. അപ്പോൾ ലിക്വിഡിന് സ്ട്രീം ലൈൻ ഫ്ലോ ആണെന്ന് പറയണമെങ്കിൽ അതിൻ്റെ വെലോസിറ്റി ഒരു പ്രത്യേക വെലോസിറ്റിക്ക് താഴെ ആയിരിക്കണം. ആ പ്രത്യേക വെലോസിറ്റിയെ വിളിക്കുന്ന പേര് ക്രിട്ടിക്കൽ വെലോസിറ്റി. Streamline flow is possible only if the velocity of the liquid is less than a certain value called critical velocity. ഇപ്പോൾ ക്രിട്ടിക്കൽ വെലോസിറ്റി നമ്മൾ പ്രത്യേകം ഡെഫിനിഷനായിട്ട് എഴുതുന്നുണ്ട്, എങ്കിൽ ഇവിടെ നിന്ന് മനസ്സിലാക്കുക. Streamline flow is possible only if the velocity of a liquid is less than a certain value called critical velocity. If the velocity exceeds this value, the flow becomes zigzag. Zigzag is also called irregular or turbulent.
The path and the velocity of a liquid particle changes continuously haphazardly. തോന്നിയ രീതിയിൽ അതിൻ്റെ പാത്തും വെലോസിറ്റിയും മാറിക്കൊണ്ടിരിക്കും. ഈ ഫ്ലോ സിക്സ് ആണെങ്കിൽ ടർബുലൻ്റ് ആണെങ്കിൽ ദിസ് ഫ്ലോ ഈസ് കോൾഡ് ടർബുലൻ്റ് ഫ്ലോ. Streamline flow of a liquid through a tube of varying cross section is shown in the figure. ആ പടത്തിൽ നമ്മൾ കാണിച്ചത് ട്യൂബിനകത്തുകൂടി ഒരു ലിക്വിഡ് സ്ട്രീം ലൈൻ ഫ്ലോയിൽ ഒഴുകുന്നതാണ്. ഇപ്പോൾ ക്രിട്ടിക്കൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ സ്ട്രീം ലൈൻ ഫ്ലോയും ടർബുലൻ്റ് ഫ്ലോയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു പ്രത്യേക വെലോസിറ്റിയാണ്. അതൊരു ഇക്വേഷൻ കൂടിയുണ്ട്. അപ്പോൾ ഇവിടെ ക്രിട്ടിക്കൽ വെലോസിറ്റി കാണുന്ന ഇക്വേഷനാണ് നമ്മൾ പറയാൻ പോകുന്നത്. അത് താഴെ കാണുന്ന ഇക്വേഷനാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ക്രിട്ടിക്കൽ വെലോസിറ്റി ഈസ് ഗിവൺ ബൈ വി സിക്കൾ ആർ ഈറ്റ. ആർ എന്നല്ല, ആർ ഈറ്റ. ആ എൻ്റെ ഒരു ടെയില് നീട്ടിയിടണം. ആർ ഈറ്റ ബൈ റോ ആർ എന്നാണ് പറയുന്നത്. വി ഇസ് ആർ ഈറ്റ ബൈ റോ ആർ. അത് ഒന്ന് മാറ്റിയാണ് മോളിൽ എഴുതിയിരിക്കുന്നത്. ഫോർമുല എങ്ങനെ എവിടെയെങ്കിലും പഠിക്കുക. അപ്പോൾ എന്താണ് ഈ റൈനോൾഡ്സ് നമ്പർ? ഇവിടെ ക്രിട്ടിക്കൽ വെലോസിറ്റിയുടെ ഒരു ഫോർമുലയാണ് വി അല്ലെങ്കിൽ വി സി ആർ ഈറ്റ ബൈ റോ ആർ. ഈറ്റ കോഎഫിഷ്യൻ്റ് വിസ്കോസിറ്റി ഓഫ് ദി ലിക്വിഡാണ്. അത് നിങ്ങൾ +1 ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, കാരണം ഇവിടെയും ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്നുണ്ട്. സിലബസിൽ പ്രത്യേകം പറയുന്നില്ല എങ്കിലും ഈറ്റ കോഎഫിഷ്യൻ്റ് വിസ്കോസിറ്റി നമ്മുടെ ക്വസ്റ്റ്യനാണ്. റോ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ആർ എന്ന് പറഞ്ഞ ട്യൂബ് റേഡിയസ്. ഏത് ട്യൂബിനകത്തു കൂടിയാണ് ലിക്വിഡ് ഒഴുകുന്നത് ആ ട്യൂബിൻ്റെ റേഡിയസ് ആണ് ആർ. അപ്പോൾ വി ദ ക്രിട്ടിക്കൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ആർ ഈറ്റ ബൈ റോ ആർ, വേർ ആർ ഈസ് കോൾഡ് റൈനോൾഡ്സ് നമ്പർ. വി ഈസ് ക്രിട്ടിക്കൽ വെലോസിറ്റി. ആ റൈനോൾഡ്സ് നമ്പർ നമ്മളൊരു പ്രത്യേക രീതിയിലേക്ക് എഴുതാം. ആർ എന്ന് എഴുതാം. ആർ റൈനോൾഡ്സ് നമ്പർ. Reynolds number R is a dimensionless ratio which determines whether the fluid flow is streamline or turbulent. Liquid flow streamline ആണോ ടർബുലൻ്റ് ആണോ എന്ന് തീരുമാനിക്കുന്ന ഒരു കോൺസ്റ്റന്റ് സംഖ്യയാണ് റെയ്നോൾഡ്സ് നമ്പർ. ആർ ഈസ് റോ വി ആർ ബൈ ഈറ്റ എന്ന് പറയും. അത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ താഴെ പറഞ്ഞ ചുവപ്പ് വശി പറഞ്ഞ വി ഇസ് ആർ ഈറ്റ ബൈ റോ ആർ എന്നുള്ളതിൻ്റെ ഇക്വേഷനാണ്. ആർ ഇ ഈസ് ഈക്വൽ ടു ആർ ഓർ ആർ വി. ആർ എ എങ്ങനെ ഇവിടെ എഴുതാം? ഇസ് ഈക്വൽ ടു റോ വി ആർ ബൈ ഈറ്റ, ഓർ വി ക്യാൻ റൈറ്റ് വി ഇസ് ആർ ഈറ്റ ബൈ റോ ആർ, ആർ ഈറ്റ ബൈ റോ ആർ. ഏത് മോഡൽ എഴുതാം? റൈനോൾഡ്സ് നമ്പറിനെ ആർ എന്നോ ആർ ഇ എന്നോ വിളിക്കാം. വി ഇസ് ദ ക്രിട്ടിക്കൽ വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയിങ് ത്രൂ എ നാരോ ട്യൂബ് ഓഫ് റേഡിയസ് ആർ. റോ ഇസ് ദ ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ആൻഡ് ഈറ്റ ഈസ് ദി കോഎഫിഷ്യൻ്റ് വിസ്കോസിറ്റി. അപ്പോൾ ഈറ്റ ഇത് നോക്കുക. എൻ അതിൻ്റെ ടെയിൽ നീട്ടിയിടുന്നതാണ് ഈറ്റ. ഇഫ് ആർ എ റൈനോൾഡ്സ് നമ്പർ ഈസ് ലെസ് ദാൻ 2000. ഇപ്പോൾ റൈനോൾഡ്സ് നമ്പറിൻ്റെ ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞാലും അതിൻ്റെ വാല്യൂ വേരി ചെയ്യാം. അത് ലെസ് ദാൻ 2000 ആണെങ്കിൽ ദ ഫ്ലോ ഈസ് സ്ട്രീം ലൈൻ. ഒരു നാരോ ട്യൂബിൽ ലിക്വിഡ് ഫ്ലോ സ്ട്രീം ലൈൻ ആണെങ്കിൽ ഈ റൈനോൾഡ്സ് നമ്പർ ലെസ് ദാൻ 2000 ആയിരിക്കും. ഇഫ് ദ നമ്പർ ഈസ് നോട്ട് എ ഷാർപ്പ് ബൗണ്ടറി. ഇപ്പോൾ ഒരു നമ്പർ ഒരു കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല, ഇങ്ങനെ മാറും ചെറുതായിട്ട്. വെൻ ആർ ഇറ്റ് ലൈസ് ഇൻ ബിറ്റ്വീൻ 1000 and 3000 ദ ഫ്ലോ ഈസ് ടർബുലൻറ്റ്. അപ്പോൾ ഇത് ഈ 1000 ഇപ്പോൾ ആർ സ്ട്രീമിലാണെങ്കിൽ ആർ ലെസ് ദാൻ 2000 ആയിരിക്കണം, അല്ലെങ്കിൽ നിയർലി 1000 ആയിരിക്കണം. 1000 കൂടി 3000 ഒക്കെ ആകുകയാണെങ്കിൽ ആ മോഷൻ ടർബുലൻ്റ് ആയിട്ട് മാറും. അപ്പോൾ ആ ഇക്വേഷൻ ഓർക്കുക. വി ഈസ് ഈക്വൽ ടു ആർ ഈറ്റ ബൈ റോ ആർ. ലൈറ്റ് പോയതുകൊണ്ടാണ് ഇപ്പം ഡിമ്മായി കാണുന്നത്. ഇനി നമുക്ക് വിസ്കോസിറ്റി പറയാം. വിസ്കോസിറ്റി കാരണം വി ഇസ് ആർ ഈറ്റ ബൈ റോ ആർ എന്ന് പറയുന്ന ക്രിട്ടിക്കൽ വെലോസിറ്റിയുടെ ഫോർമുലയിൽ ഈ കോഎഫിഷ്യൻ്റ് വിസ്കോസിറ്റി വന്നത് കൊണ്ട് നമ്മൾ വിസ്കോസിറ്റി ഒന്ന് അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. വിസ്കോസിറ്റി എന്നത് ലിക്വിഡ് പ്രോപ്പർട്ടിയാണ്, ഒഴുകാതിരിക്കാനുള്ള കഴിവാണ്. അതിൻ്റെ ഒഴുകാതിരിക്കാനുള്ള ഒരു പ്രത്യേകതയെ വിളിക്കുന്നത് വിസ്കോസിറ്റി. വിസ്കോസിറ്റി കൂടുതലുള്ള ലിക്വിഡെല്ലാം പതുക്കെയാണ് ഫ്ലോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ മോഷൻ എതിർക്കും. Viscosity, it is a property, or it is the property of a liquid by which it opposes relative motion
between different layers of a liquid. It is the property of a liquid by which it opposes relative motion between different layers of a liquid. ഒരു ലിക്വിഡ് ഫ്ലോയെ നമുക്ക് ഡിഫറൻറ്റ് ലെയറായിട്ട് ഭാഗിച്ചാൽ ആ ലെയറുകളുടെ ഒഴുക്കിനെ, റിലേറ്റീവ് മോഷനെ, ആപേക്ഷികമായിട്ടുള്ള ചലനത്തെ എതിർക്കുന്നൊരു ഫോഴ്സ് ഉണ്ട്. അവിടെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്, ഇൻറ്റേർണൽ ഫ്രിക്ഷൻ ഉണ്ട്. ആ ഫ്രിക്ഷനെ വിളിക്കുന്ന പേരാണ് വിസ്കസ് ഫോഴ്സ്. അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടി വിളിക്കുന്ന വിസ്കോസിറ്റി, ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് വിസ്കസ് ഫോഴ്സ്. വിസ്കോസിറ്റി ഈസ് ദ ഇന്റേർണൽ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ. ഈ ഫ്ലൂയിഡിനകത്തുള്ള ഒരു ലിക്വിഡിനകത്തുള്ള ഇന്റേർണൽ ഫ്രിക്ഷനാണ് ഈ വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ആ പ്രോപ്പർട്ടിയെ വിളിക്കുന്ന പേരാണ് വിസ്കോസിറ്റി. അപ്പോൾ വിസ്കോസിറ്റി കൂടുതലുള്ള ലിക്വിഡ് ഒഴുകാൻ മടിക്കും നന്നായിട്ട്. അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്, എമിൽഷൻ ഫ്ലോസ് സ്ലഗിഷ്ലി വൈ? എമിൽഷൻ ഫ്ലോസ് സ്ലഗിഷ്ലി വൈ? സ്ലോലി. കുഴമ്പ് നമ്മൾ കുപ്പിയിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുകയാണെങ്കിൽ, അല്ലെങ്കിൽ തേനൊക്കെ ഒഴുകുകയാണെങ്കിൽ പതുക്കെയാണ് ഒഴുകുന്നത്. അതിന് കാരണം എന്താണ്? അതിന് കാരണം ബിക്കോസ് ഇസ് വിസ്കോസിറ്റി ഈസ് ഗ്രേറ്റർ. വിസ്കോസിറ്റി കൂടുതലായതുകൊണ്ടാണ്. പരീക്ഷയുടെ ക്വസ്റ്റ്യനാണ്, വളരെ സിമ്പിളാണ്. എമൽഷൻ അല്ലെങ്കിൽ ഹണി എന്ന് പറയാം. ഹണി ഫ്ലോസ് സ്ലഗിഷ്ലി വൈ? ബിക്കോസ് ഇറ്റ്സ് വിസ്കോസിറ്റി ഇസ് ഗ്രേറ്റർ. ഒരു പ്രാവശ്യം ചോദിച്ച ചോദ്യമാണ്, ഇഫ് ഹണി ആൻഡ് വാട്ടർ ആർ പോർഡ് ഓൺ എ ടേബിൾ what difference will you observe? If honey and water are poured on a table, what difference will you observe in their spreading? We say honey spreads, honey flows slowly because its viscosity is greater. തേനും വെള്ളവും നമ്മളൊരു സർഫസിൽ, മേശപ്പുറത്ത് ഒഴുക്കിയാൽ ആ ഒഴുക്കിൽ എന്ത് വ്യത്യാസം കാണാൻ സാധിക്കും? നമ്മൾ പറയും ഹണി പതുക്കെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്, വ്യാപിക്കുന്നത്. കാരണം അതിന് വിസ്കോസിറ്റി കൂടുതലാണ്. വിസ്കോസിറ്റി കൂടുതലുള്ള ലിക്വിഡ് പതുക്കെ ഒഴുകുകയുള്ളൂ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ക്രിട്ടിക്കൽ വെലോസിറ്റി ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യട്ടെ. അപ്പോൾ നേരത്തെ പറഞ്ഞത് സഫീഷ്യൻ്റ് ആണ്, എങ്കിലും ഒരു ആ ഫോർമുല, പിന്നെ റൈനോൾഡ്സ് നമ്പറിൻ്റെ ക്രിട്ടിക്കൽ വെലോസിറ്റിയുടെ ഫോർമുല രൂപത്തിൽ എഴുതിയിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതിന് എഴുതിയാൽ മതി, എങ്കിലും ആ ക്രിട്ടിക്കൽ വെലോസിറ്റി പ്രത്യേകം കാണിച്ചുകൊണ്ട് നമ്മളൊന്ന് എഴുതുകയാണ്. ക്രിട്ടിക്കൽ വെലോസിറ്റി, ഇറ്റ് ഈസ് ദാറ്റ് ലിമിറ്റിംഗ് വെലോസിറ്റി ഓഫ് എ ലിക്വിഡ് ബിലോ വിച്ച് ദ ഫ്ലോ ഈസ് സ്ട്രീം ലൈൻഡ് ആൻഡ് എബോവ് വിച്ച് ഇറ്റ് ഈസ് നോട്ട് സോ. അത് ലിക്വിഡ് ഫ്ലോയുടെ ഒരു വെലോസിറ്റിയാണ്. ആ വെലോസിറ്റിക്ക് താഴെ ലിക്വിഡ് ഫ്ലോ സ്ട്രീം ലൈൻഡ് ആയിരിക്കും, അതിന് മുകളിൽ അങ്ങനെയല്ല. when the velocity exceeds the critical value, the flow becomes turbulent. ഇപ്പോൾ ക്രിട്ടിക്കൽ വെലോസിറ്റിക്ക് മുകളിൽ ലിക്വിഡ് ഫ്ലോ വെലോസിറ്റി എത്തിച്ചേർന്നാൽ ആ മോഷൻ ഫ്ലോ ടർബുലൻ്റ് ആയിട്ട് മാറും. ഓസ്ബോൺ റെയ്നോൾഡ്സ് have given a formula for critical velocity, that is Vc is r eta by rho r. r eta by rho r. ഓസ്ബോൺ ആൻറ്റി വേണമെന്നില്ല, ഓസ്ബോൺ ഹൈഫൻ ഇട്ടാൽ മതി. ഓസ്ബോൺ റെയ്നോൾഡ്സ് have given a formula for critical velocity, that is Vc is r eta by rho r, where eta is the coefficient viscosity of the liquid, r is the Reynolds number, rho is density of liquid, and r is the tube radius. ഫോർമുല നമ്മൾ നേരത്തെ പറഞ്ഞു, വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, വളരെ ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ്. ഈ ആറിന് ഇതിനകത്ത് ഡയമെൻഷൻ ഇല്ല. ബാക്കി ഈറ്റായുടെയും റോയുടെയും ആറിൻ്റെയും യൂണിറ്റ് ഡയമെൻഷൻ കൊടുത്താൽ വെലോസിറ്റിയുടെ ഡയമെൻഷൻ നമുക്ക് കിട്ടും. ഇനി നമ്മൾ പഠിക്കുന്ന ഒരു വാക്കാണ് വെലോസിറ്റി ഗ്രേഡിയൻറ്റ്. എന്താണ് വെലോസിറ്റി ഗ്രേഡിയൻറ്റ്? വിസ്കോസിറ്റി പഠിക്കുമ്പോൾ കോഎഫിഷ്യന്റ് വിസ്കോസിറ്റി എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്, ഒരു ഡെഫിനിഷൻ ഉണ്ട്. അത് മനസ്സിലാക്കാൻ നമ്മൾ വെലോസിറ്റി ഗ്രേഡിയൻറ്റ് എന്താണെന്ന് അറിയണം. ഇഫ് വി പ്ലസ് ഡി വി ആൻഡ് വി ആർ ദി വെലോസിറ്റീസ് ഓഫ് ടു ലെയേഴ്സ് ഓഫ് എ ലിക്വിഡ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് എക്സ്, ദെൻ വെലോസിറ്റി ഗ്രേഡിയൻറ്റ് ഈസ് ഈക്വൽ ഡി വി ബൈ ഡി എക്സ്. അപ്പോൾ എന്താണെന്ന് മനസ്സിലാക്കുക. ഈ വി പ്ലസ് ഡി വി ആൻഡ് വി ആർ ദി വെലോസിറ്റീസ് ഓഫ് ടു ലെയേഴ്സ് ഓഫ് എ ലിക്വിഡ് സെപ്പറേറ്റഡ് ബൈ
A discuss dx, then velocity gradient is dv by dx. ആ പടത്തിൽ കാണിച്ചിരിക്കുന്നതാണ്. പടത്തിൽ 2 ലെയർ, ലിക്വിഡ് ലെയർ പാളികളാണ് വരച്ചിരിക്കുന്നത്. എ എന്ന ലെയർ, അതിന് താഴെ ബി എന്ന ലെയർ. അവയുടെ സെപ്പറേഷൻ ഡി എക്സ് ആണ്, അകലം. എയുടെ വെലോസിറ്റി വി പ്ലസ് ഡി വി ആണ്, ബിയുടെ വെലോസിറ്റി വി ആണ്. അപ്പോൾ ഡിഫറൻസ് എന്ത് വരും? ഡി വി വരും. ഡിഫറൻസ് ഇൻ വെലോസിറ്റി ബിറ്റ്വീൻ ദ 2 layers is dv. Separation dx. Therefore, velocity gradient is dv by dx. That is the definition of velocity gradient. And this velocity gradient is applied in defining coefficient of viscosity. If v plus dv and v are the velocities of 2 layers of a liquid separated by distance dx, then velocity gradient is dv by dx. അപ്പോൾ ഇത്രയും ഇത് നമ്മളൊരു ചെറിയ ക്ലാസ്സായിട്ട് ഇവിടെ നിർത്തുകയാണ്. ഇത്രയും പഠിച്ചതിൽ നിന്ന് ചോദിക്കുന്ന 1-2 ചോദ്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 4 ചോദ്യം കൊടുത്തിട്ടുണ്ട്. ഏത് വേണമെങ്കിലും ചോദിക്കാവുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1, ഡിസ്റ്റിങ്ഷ് ബിറ്റ്വീൻ സ്ട്രീം ലൈൻ ഫ്ലോ ആൻഡ് ടർബുലന്റ് ഫ്ലോ. ആദ്യം തുടങ്ങുന്നതാണ്. നമ്പർ 2, വാട്ട് ഈസ് ക്രിട്ടിക്കൽ വെലോസിറ്റി ഓഫ് ലിക്വിഡ് ഫ്ലോ. നമ്മൾ രണ്ടാമതും ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്, ശരിക്കും വായിച്ച് പഠിക്കണം. അതിൻ്റെ ഫോർമുല VC is R eta by rho r. എഴുതാൻ മറന്നു പോകരുത്. ഗിവാൻ എക്സ്പ്രഷൻ ഫോർ റൈനോൾഡ്സ് നമ്പർ, അത് തന്നെ ഫോർമുല, ആറായിട്ട് എഴുതിയാൽ മതി. R is equal to എഴുതിയാൽ മതി. പിന്നെ ഡിഫൈൻ കോഎഫിഷ്യന്റ് വിസ്കോസിറ്റി, ഗിവ് ഇറ്റ്സ് യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻ. എന്താണ് കോഎഫിഷ്യന്റ് വിസ്കോസിറ്റി, അതിൻ്റെ യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻ പറയുക. അത് നമ്മൾ അടുത്ത ലെക്ചറിലാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഓൾ. താങ്ക് യു വെരി മച്ച്.